പത്തരമാറ്റിൻ്റെ വരാനിരിക്കുന്ന ഒരു കിടിലൻ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ ദേവയാനി ആകെ സങ്കടപ്പെട്ട് ഒറ്റപ്പെട്ട് നിൽക്കുകയാണ്. തൻ്റെ പ്രിയപ്പെട്ട മരുമകളെ അവിടെ വീട്ടിൽ നിന്നും അമ്മയും അച്ഛനും പിടിച്ചു വെച്ചിട്ട് ഇവിടേക്ക് വിടാതിരിക്കുകയാണ്. ഇനി അമ്മായിയമ്മ സ്നേഹത്തോടെ വന്ന് വിളിച്ച് അമ്മായിയമ്മയുടെ സ്വഭാവത്തിലൊരു മാറ്റം ഉണ്ടായെങ്കിലേ അവളെ വിടുകയുള്ളൂ എന്നുള്ള രീതിയിലാണ് അവർ തീരുമാനിച്ചുറപ്പിച്ച് നിൽക്കുന്നത്. പക്ഷേ ദേവയാനിക്ക് നമ്മുടെ നയനയോട് സ്നേഹം ഉണ്ട് എന്നുള്ളത് അവർക്കാർക്കും അറിയില്ലല്ലോ. അപ്പോൾ അങ്ങനെ ആ ഒരു സങ്കടത്തിലാണ് ഇപ്പോൾ ദേവയാനി നിൽക്കുന്നത്. എന്നിട്ട് ഇനിയിപ്പോൾ ആകെ ഒരു വഴിയേ ഉള്ളൂ, ആദർശിനെ സോപ്പിട്ടിട്ട് എങ്ങനെയെങ്കിലും അവനെ പറഞ്ഞ് മനസ്സിലാക്കിയിട്ട് അവളെ കൂട്ടിക്കൊണ്ടുവരാൻ പറയുക. അത് മാത്രമേ ഇനി വഴിയുള്ളൂ എന്നൊക്കെ വിചാരിച്ചിട്ട് നമ്മൾ ദേവയാനി ആദർശിൻ്റെ അടുത്ത് പോയിട്ട് പറയുന്നുണ്ട്, അവൾ നിന്റെ ഭാര്യയല്ലേ, അവളെ ഇങ്ങനെ അവിടെ നിർത്തുകയാണോ വേണ്ടത്? നിന്റെ കൂടെ ഇവിടെയല്ലേ നിൽക്കേണ്ടത്? അവർ വിടില്ല എന്ന് പറഞ്ഞാലൊക്കെ എങ്ങനെയാണ്? നിങ്ങൾ നിയമപരമായിട്ട് വിവാഹം കഴിച്ചവരല്ലേ, ആ സ്ഥിതിക്ക് നിനക്ക് ധൈര്യമായിട്ട് അവളെ കൂട്ടിക്കൊണ്ടുവരാലോ എന്നൊക്കെ പറയുന്ന സമയത്ത് അത് അമ്മ പറയുന്നത് ശരി തന്നെയാണ്. പക്ഷേ അവൾ അവിടെ നിന്നോട്ടെ, എനിക്കതിൻ്റെ കുഴപ്പമൊന്നുമില്ല, എനിക്ക് കാണാൻ തോന്നുന്ന സമയത്ത് ഞാൻ അവിടെ പോയി കണ്ടോളാം എന്നൊക്കെ പറയുന്ന സമയത്ത് ദേവയാനി ആദർശിനോട് ചൂടാവുകയാണ്. ഒരു ഭാര്യയെ ഭാര്യ വീട്ടിൽ നിർത്തിയിട്ട് നീ എപ്പോഴും അവിടെ പോയി കാണുകയാണോ വേണ്ടത്? അവളെ ഇവിടെ നിർത്തുകയല്ലേ വേണ്ടത് എന്നൊക്കെ ഇങ്ങനെ ചൂടാവുന്നുണ്ട്. എന്നിട്ട് എത്രയും പെട്ടെന്ന് നീ അവളെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടുവന്നേ പറ്റൂ എന്നൊക്കെ പറയുന്ന സമയത്ത് ആദർശ് ചോദിക്കുന്നുണ്ട്, അല്ല ഇപ്പോൾ എന്നെക്കാളും നിർബന്ധം അമ്മയ്ക്കാണല്ലോ, അമ്മയ്ക്ക് എന്താ അവളെ ഇങ്ങനെ കൂട്ടിക്കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ഇത്ര നിർബന്ധം പിടിക്കുന്നത് എന്നൊക്കെ പറഞ്ഞ സമയത്ത് എനിക്ക് നിർബന്ധമൊന്നുമില്ല, അത് നീ അത് വിചാരിക്കേണ്ട, എനിക്ക് അവൾ ഇങ്ങോട്ട് വന്നിട്ടില്ല എന്ന് കരുതിയിട്ട് ഒരു പ്രശ്നവുമില്ല, നിന്റെ സങ്കടം കണ്ടിട്ടും നിന്റെ വിഷമം കണ്ടിട്ടാണ് ഞാൻ അവളെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടുവരാൻ പറഞ്ഞത് എന്നൊക്കെ പറയുന്ന സമയത്ത് എനിക്കെന്ത് സങ്കടം, എനിക്കൊരു കുഴപ്പവുമില്ല, ഞാൻ അവളെ കാണണമെന്ന് തോന്നുന്ന സമയത്ത് അവിടെ പോയി കണ്ടോളാം. പിന്നെ ഇതിനൊക്കെ കാരണക്കാരി എന്ന് പറഞ്ഞാൽ അമ്മയാണല്ലോ, കാരണം അമ്മയുടെ പെരുമാറ്റം കൊണ്ടാണ് ഇപ്പോൾ അവളെ അവളുടെ അച്ഛനും അമ്മയും അവിടെ പിടിച്ചു നിർത്തിയിരിക്കുന്നത്. അവരെ കുറ്റം പറയാൻ പറ്റില്ലല്ലോ, അവളുടെ മോളല്ലേ, എത്ര കാലം എന്ന് വെച്ചിട്ടാണ് അവരെല്ലാം സഹിച്ച് നിൽക്കുക, അമ്മയുടെ സ്വഭാവത്തിൻ്റെ ആ ഒരു പ്രശ്നം കൊണ്ട് മാത്രമാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ആദർശ് അവിടെ നിന്ന് പോവുകയാണ്. ആ സമയത്ത് ഇതൊക്കെ കേട്ടിട്ട് ദേവയാനിക്ക് ആകെ സങ്കടം കൊണ്ട് നിൽക്കാൻ വയ്യ, ദേവയാനി കരയാൻ തുടങ്ങുകയാണ്. അങ്ങനെ പിന്നീട് ആദർശ് മുറിയിൽ പോയിട്ട് ഇങ്ങനെ ഓരോന്ന് ചിന്തിക്കുന്നുണ്ട്. അമ്മ ഇങ്ങനെ പറയണമെങ്കിൽ അമ്മയ്ക്ക് എന്തോ മാറ്റം സംഭവിച്ചിട്ടുണ്ടല്ലോ, അല്ലെങ്കിൽ ഒരിക്കലും അമ്മ എന്നോട് ഇങ്ങോട്ട് പറഞ്ഞിട്ട് വാശി പിടിക്കാറില്ല, ഞാൻ അമ്മയോട് അങ്ങോട്ട് പറഞ്ഞിട്ട് എൻ്റെ സങ്കടങ്ങളൊക്കെ അങ്ങോട്ട് പറഞ്ഞിട്ട് അമ്മയോട് എങ്ങനെയെങ്കിലും കൂട്ടിക്കൊണ്ടുവരാൻ അങ്ങനെയൊക്കെ പറയാറുള്ളത്, അല്ലെങ്കിൽ അമ്മയോട് വിളിക്കാൻ പറയാം, അങ്ങനെയൊക്കെയാണ് ചെയ്യാറുള്ളത്. പക്ഷേ ഇപ്പോൾ ഇത്തവണ അങ്ങനെയല്ലല്ലോ, അമ്മയ്ക്ക് ഒരേ ഒരു വാശിയാണല്ലോ അവളെ ഇങ്ങോട്ട് കൊണ്ടുവരാൻ വേണ്ടിയിട്ട്. അപ്പോൾ മരുമകളില്ലാതെ അമ്മായിയമ്മയ്ക്ക് നിൽക്കാൻ പറ്റില്ല എന്നുള്ള അവസ്ഥയൊക്കെ വന്ന് തുടങ്ങിയിട്ടുണ്ടല്ലോ എന്നൊക്കെ ചിന്തിക്കുകയാണ്. അങ്ങനെ ഒടുവിൽ ആദർശ് എന്തായാലും അമ്മയും സങ്കടപ്പെടുത്താൻ പറ്റില്ല എന്നൊക്കെ വിചാരിച്ചിട്ട് നയനയെ വിളിക്കാൻ വേണ്ടിയിട്ട് നയനയുടെ വീട്ടിലേക്ക് പോവുകയാണ്. ആ സമയത്ത് ആദർശ് വരാൻ വേണ്ടിയിട്ട് പറയുന്നുണ്ടെങ്കിലും നയന പറയുന്നുണ്ട്, അങ്ങനെ ആദർശേട്ടൻ വന്ന് വിളിച്ചാൽ എന്തായാലും എനിക്ക് വരാൻ പറ്റില്ല, കാരണം അച്ഛനും അമ്മയും എന്നോട് പറഞ്ഞിരിക്കുന്നത് അങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ പിന്നെ ഇങ്ങോട്ട് വരണ്ട എന്നുള്ളതാണ് എന്നൊക്കെ പറയുന്ന സമയത്ത് കനകയും ഗോവിന്ദനും അവിടെ ഉണ്ടായിരുന്നു. അങ്ങനെ അവർ ആദർശിനോട് നയനയോടുമായിട്ട് പറയുന്നുണ്ട്, അവൾ വന്നോട്ടെ, കല്യാണം കഴിഞ്ഞ പെൺകുട്ടികൾ ഭർത്താവിൻ്റെ വീട്ടിലാണല്ലോ ജീവിക്കേണ്ടത്, പിന്നെ അവൾ അങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ പിന്നെ ഞങ്ങളുമായിട്ടുള്ള ബന്ധം പറ്റില്ല എന്നേ ഞങ്ങൾ പറഞ്ഞിട്ടുള്ളൂ, അത് വേണമെന്നില്ലല്ലോ, അവൾക്ക് അവിടെ സുഖമായിട്ട് ജീവിക്കാലോ, അവൾക്ക് അവിടെ സുഖം എന്ന് തോന്നുന്നുണ്ടെങ്കിൽ അവൾക്ക് അവിടെ തന്നെ നിൽക്കാലോ, അവൾക്ക് നിർബന്ധമുണ്ടെങ്കിൽ അവൾ പൊയ്ക്കോട്ടെ, പിന്നെ അച്ഛനും അമ്മയും ഇല്ല എന്ന് വിചാരിച്ചാൽ മതി എന്നൊക്കെ പറയുകയാണ്. അപ്പോൾ ആ സമയത്ത് നയന പറയുന്നുണ്ട്, അച്ഛനും അമ്മയും ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് എനിക്ക് എന്തായാലും അങ്ങോട്ട് വന്ന് നിൽക്കാൻ പറ്റില്ല, അതിനെക്കൊണ്ട് ഞാൻ ഇപ്പോൾ എന്തായാലും അങ്ങോട്ട് വരില്ല എന്നൊക്കെ സങ്കടത്തോടു കൂടി നയന പറയുകയാണ്. ആ സമയത്ത് നന്ദുവും പറയുന്നുണ്ട്, ചേച്ചിക്ക് വേണമെങ്കിൽ പോവാം എന്നൊക്കെ പറയുമ്പോൾ ഇല്ല മോളെ, ഞാൻ ഒരിക്കലും അങ്ങനെ പോവില്ല, എന്തായാലും ഇത് കലങ്ങി തെളിഞ്ഞിട്ടേ ഇനി ഞാൻ പോകുന്നുള്ളൂ എന്നൊക്കെ പറഞ്ഞിട്ട് നിൽക്കുകയാണ്. അങ്ങനെ പിന്നീട് ആദർശ് നന്ദാവനത്തിൽ നിന്നും തിരിച്ച് അനന്തപുരിയിലോട്ട് വരികയാണ്. എന്നിട്ട് അവർ പറഞ്ഞ കാര്യങ്ങളൊക്കെ അതുപോലെ ദേവയാനിയോട് പറയുകയാണ്. അങ്ങനെ ആദർശ് ഇക്കാര്യങ്ങളൊക്കെ പറയുന്നത് നമ്മുടെ അനാമിക അവിടെ നിന്നും ഒളിഞ്ഞ് കേൾക്കുന്നുണ്ടായിരുന്നു. എന്നിട്ട് പറയുന്നുണ്ട്, ഓഹോ, അവളെ ഇങ്ങോട്ട് വിളിച്ചു കൊണ്ടുവരാനുള്ള പരിപാടി ആയിരുന്നല്ലേ, ഏതായാലും അവളുടെ അച്ഛനും അമ്മയും അവിടെ വിടുന്നില്ല, അവളെ വിടാത്തത് കൊണ്ട് അവൾ വരാൻ തയ്യാറാകുന്നുമില്ല എന്നാണല്ലോ ഇപ്പോൾ ആദർശേട്ടൻ പറഞ്ഞത്, അതുകൊണ്ട് വല്യമ്മയെ ചൂട് പിടിച്ചാൽ അവൾ കാലാകാലം അവിടെ തന്നെ നിന്നോളും, പിന്നെ എനിക്ക് രാജകുമാരിയായിട്ട് ഇവിടെ കഴിയാം, പിന്നീട് എല്ലാ കാര്യങ്ങളും സ്വത്തുക്കളും നയനക്ക് കൊടുക്കുന്നതൊക്കെ എനിക്കാവുമല്ലോ എന്നൊക്കെ ചിന്തിച്ചിട്ട് അവിടെ നിൽക്കുകയാണ്. അങ്ങനെ ആദർശ് പോയി കഴിഞ്ഞ സമയത്ത് ദേവയാനിയുടെ അടുത്തേക്ക് അനാമിക വരുന്നുണ്ട്. എന്നിട്ട് അനാമിക പറയുന്നുണ്ട്, എന്തായാലും പെൺകുട്ടികൾക്ക് ഇത്ര വാശിയൊന്നും പാടില്ല, എന്തായാലും വല്യമ്മ ആദർശേട്ടൻ വന്ന് വിളിച്ച സമയത്ത് അവൾക്ക് ഇങ്ങോട്ട് വരാമായിരുന്നു, എന്തിനാ ഇങ്ങനെ അഹങ്കാരം കാണിച്ച് നിൽക്കുന്നത്, വല്യമ്മ ചെന്ന് ഇനി വിളിച്ച് സ്നേഹത്തോടെ വിളിച്ച് മാപ്പ് പറഞ്ഞൊക്കെ വിളിച്ചാലേ അവൾ വരത്തുള്ളൂ എന്ന് പറഞ്ഞാൽ അവളുടെ അഹങ്കാരം ചില്ലറയൊന്നുമല്ലല്ലോ എന്നൊക്കെ പറയുന്ന സമയത്ത് നമ്മുടെ ദേവയാനി പറയുന്നുണ്ട്, അതിന് മോളെ അവളല്ല വരാതിരിക്കുന്നത്, അവളുടെ അച്ഛനും അമ്മയുമാണ് വിടാതിരിക്കുന്നത്,
അല്ലാതെ അവൾക്ക് ഇങ്ങോട്ട് വരാൻ ഇഷ്ടമല്ലേ ഉള്ളൂ എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ വല്യമ്മ എന്തിനാപ്പോൾ അവളെ ന്യായീകരിച്ച് സംസാരിക്കുന്നത്? ഈടെയായിട്ട് അവളെ കുറിച്ച് ന്യായീകരിക്കുന്നത് കൂടുന്നുണ്ട്. എന്തൊക്കെയായാലും അവർ നമ്മളെക്കാളും എത്രയോ താഴെയുള്ളവരാണ്. ആ ഒരു ബഹുമാനം തന്നിട്ട് വല്യമ്മ വിളിക്കുന്ന സമയത്ത് അവളെ വിടുകയല്ലേ വേണ്ടത്. അല്ലാതെ ഇങ്ങനെ വല്യമ്മ അവരുടെക്കാളും താഴ്ന്നിട്ട് മാപ്പൊക്കെ പറയണമെന്ന് വെച്ചാൽ അതൊന്നും നടക്കുന്ന കാര്യമല്ല. വല്യമ്മ ഒരിക്കലും അങ്ങനെ ആരുടെ മുമ്പിൽ താഴ്ന്നു നിൽക്കാൻ പാടില്ല. അതെനിക്ക് സഹിക്കാൻ പറ്റില്ല. വല്യമ്മ എപ്പോഴും വല്യമ്മൻ്റെ സ്ഥാനത്ത് തന്നെ നിൽക്കണം. അല്ലാതെ അവർക്ക് താന്നു കൊടുത്തിട്ട് അവരോട് മാപ്പ് പറഞ്ഞിട്ടൊന്നും അവളെ ഇങ്ങോട്ട് കൊണ്ടുവരേണ്ട കാര്യമില്ല. അതിന് മാത്രം അവൾ വലിയ രാജകുമാരിയാണോ എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ്. ആ സമയത്ത് ദേവയാനി ഇങ്ങനെ മനസ്സിൽ ചിന്തിക്കുന്നുണ്ട്, അതേടി എനിക്ക് അവൾ രാജകുമാരി തന്നെയാണ്. ഈ ലോകത്തിലെ എൻ്റെ രാജകുമാരി അവളാണ്. അത് നിന്നോട് പറഞ്ഞാൽ മനസ്സിലാവില്ല. തൽക്കാലം നീ അതറിയും വേണ്ട എന്നൊക്കെ ചിന്തിച്ചിങ്ങനെ സങ്കടപ്പെട്ട് നിൽക്കുകയാണ് ദേവയാനി. ആ സമയത്ത് അനാമികയ്ക്കും തോന്നുന്നുണ്ട് വല്യമ്മയ്ക്ക് എന്തോ മാറ്റം സംഭവിച്ചിട്ടുണ്ടല്ലോ, എന്തോ സങ്കടമുള്ളതുപോലെയൊക്കെയാണല്ലോ നിൽപ്പ്. ഇതങ്ങനെ വിട്ടാൽ പറ്റില്ല. ഇടക്കിടക്ക് ഇങ്ങനെ വന്ന് ചൂട് പിടിപ്പിച്ചേ പറ്റുകയുള്ളൂ, എന്നാലേ അവളെ ഇങ്ങോട്ട് കൊണ്ടുവരാതിരിക്കുകയുള്ളൂ എന്നൊക്കെ ഇങ്ങനെ ചിന്തിക്കുകയാണ് അനാമിക. അങ്ങനെ അതേസമയം ആദർശ മുറിയിൽ ചെന്ന സമയത്ത് ഇങ്ങനെ ചിന്തിക്കുന്നുണ്ട്, ഇവർക്കിടയിൽ എന്തൊക്കെയോ സംഭവങ്ങളുണ്ടല്ലോ. കാരണം അമ്മ വന്ന് വിളിച്ചാൽ അവർ നയന വളരെ പെട്ടെന്ന് തന്നെ വരേണ്ടതാണ്. പക്ഷേ ഈ സമയത്ത് അവിടെ അച്ഛനും അമ്മയും പിടിച്ചു വെച്ചതിൻ്റെ പേരിൽ നയനയ്ക്ക് വല്ലാത്ത സങ്കടമാണല്ലോ ഉള്ളത്. പണ്ടൊക്കെയാണെങ്കിൽ അമ്മയെ പേടിയായത് കൊണ്ട് തന്നെ അമ്മ വഴക്ക് പറയുമോ എന്നുള്ള കാര്യങ്ങളൊക്കെ അവൾ സംസാരിക്കാറുണ്ടായിരുന്നു. പക്ഷേ ഇത്തവണ അങ്ങനെയൊന്നും അവൾ സംസാരിക്കുന്നില്ല. അപ്പോൾ അമ്മായിയമ്മയ്ക്കും മരുമകൾക്കും ഇടയിൽ മഞ്ഞുരുകി തുടങ്ങിയിട്ടുണ്ട്. ഇനി ഞങ്ങളോട് പറയാതെ അവർ സ്നേഹിച്ച് തുടങ്ങിയിട്ടുണ്ടോ, ഞങ്ങളൊക്കെ കളിയാക്കുമെന്ന് കരുതിയിട്ട് എന്നൊക്കെ ഇങ്ങനെ ചിന്തിക്കുകയാണ്. എന്നിട്ട് ആദർശ് വിചാരിക്കുന്നുണ്ട്, എന്തായാലും ഈ സത്യം വെളിപ്പെടുത്തിയേ പറ്റുകയുള്ളൂ. അവർക്കിടയിൽ സ്നേഹം പുറപ്പെട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത് എന്തായാലും തെളിയിച്ചേ പറ്റുകയുള്ളൂ എന്നൊക്കെ ചിന്തിക്കുകയാണ് ആദർശ്. അങ്ങനെ പിറ്റേ ദിവസം രാവിലെ തന്നെ ദേവയാനി കുളിച്ച് മാറ്റി ഒരുങ്ങിയിട്ട് നമ്മുടെ നയനയെ കാണാൻ വേണ്ടിയിട്ടും നയനയെ വിളിച്ചു കൊണ്ടുവരാമെന്നൊക്കെ കരുതിയിട്ട് നമ്മുടെ നന്ദാവനത്തിലോട്ട് പോവുകയാണ്. ആ സമയത്ത് ദേവയാനി കുളിച്ച് മാറ്റി പോകുന്നത് നമ്മുടെ ആദർശ് കാണുകയാണ്. എന്നിട്ട് അമ്മ എങ്ങോട്ടായി പോകുന്നത്, എന്തായാലും അമ്മ എങ്ങോട്ടാണ് പോകുന്നത് എന്നുള്ളത് പിന്തുടർന്ന് കണ്ടെത്തിയേ പറ്റുകയുള്ളൂ എന്നൊക്കെ ചിന്തിച്ചിട്ട് ആദർശം ദേവയാനിയുടെ പിന്നാലെ പോകുന്നുണ്ട്. അങ്ങനെ ദേവയാനി നേരെ എത്തുന്നത് നന്ദാവനത്തിലേക്കാണ്. അപ്പോൾ പിന്നാലെ പിന്തുടർന്ന് വന്ന ആദർശം ചിന്തിക്കുന്നുണ്ട്, ഇത് നയനയുടെ വീട്ടിലേക്കാണല്ലോ പോകുന്നത്. ഇനിയിപ്പോൾ മരുമകളെ അന്ന് വിളിച്ചു കൊണ്ടുപോകുന്നത് പോലെ വിളിച്ചു കൊണ്ടുവരാനായിരിക്കും എന്നൊക്കെ ചിന്തിക്കുകയാണ് ആദർശ്. അങ്ങനെ ദേവയാനി നന്ദാവനത്തിലോട്ട് കയറി പോകുന്നുണ്ട്. ഇത് കണ്ടിട്ട് കനക പറയുന്നുണ്ട്, എന്തിനാ ഇപ്പോൾ ഇങ്ങോട്ട് വന്നത്? ഇനി അന്നത്തെ പോലെ സ്നേഹമൊന്നുമില്ല എന്നൊക്കെ ആദർശിന് വേണ്ടിയിട്ടാണ് എന്നൊക്കെ പറഞ്ഞിട്ട് കൂട്ടിക്കൊണ്ടുപോകാൻ വന്നതായിരിക്കും. അതൊന്നും ഇനി എന്തായാലും നടക്കത്തില്ല. ആദർശിന് വേണ്ടിയിട്ട് ഇവിടെ ഇനി ആരും അവളെ കൊണ്ടുപോകണ്ട. ആദർശ് വേണമെങ്കിൽ അവളെ കാണാൻ ഇങ്ങോട്ട് വന്നോട്ടെ. അമ്മായിയമ്മയ്ക്ക് അംഗീകരിക്കാൻ പറ്റുമെങ്കിൽ മാത്രം ഇവിടെ നിന്ന് കൊണ്ടുപോയാൽ മതി, അല്ലെങ്കിൽ അവൾ കാലാകാലം ഇവിടെ നിൽക്കട്ടെ. ഇനി ആദർശനും വേണ്ട എന്നാണെന്നുണ്ടെങ്കിൽ അവളെ ഡിവോഴ്സ് ചെയ്തോട്ടെ. ഞങ്ങൾ വേണമെങ്കിൽ ഇവളെ വേറെ കല്യാണം കഴിപ്പിക്കുകയോ അല്ലെങ്കിൽ അവൾ ഇനി അവളുടെ ജോലിയായിട്ട് മുന്നോട്ട് പോവുകയോ എന്ത് വേണമെങ്കിലും ചെയ്തോട്ടെ. പക്ഷേ ഇനി ഞങ്ങൾ അനന്തപുരിയിലോട്ട് ഇങ്ങനെ ആദ്യത്തെ പോലെ കളിക്കാനാണെങ്കിൽ അവളെ ഞങ്ങൾ വിടത്തില്ല. ഞങ്ങളുടെ മകൾക്കും കുറച്ച് സ്നേഹമൊക്കെ കൊടുക്കണം. അവൾ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടാണ് വളർന്നത്. ഇനി കല്യാണം കഴിച്ചിട്ടും ഈ ഒരു ബുദ്ധിമുട്ടാണ് കഷ്ടപ്പാടും അനുഭവിക്കാനും എന്തായാലും ഞങ്ങൾ അനുവദിക്കില്ല. ഞങ്ങൾക്ക് ഞങ്ങളുടെ മോള് വലിയവൾ തന്നെയാണ്. നിങ്ങൾക്ക് നിങ്ങളുടെ മകനോട് സ്നേഹമുണ്ടെങ്കിൽ അതേ ഒരു ഇതിൽ തന്നെയാണ് ഞങ്ങൾക്ക് ഞങ്ങളുടെ മകളോടുമുള്ളത്. അവളുടെ ഭാവി സേഫാക്കിയേ പറ്റൂ എന്നൊക്കെ ഇങ്ങനെ കുത്തി കനക സംസാരിക്കുകയാണ്. അങ്ങനെ ഇതൊക്കെ കേട്ടിട്ട് സങ്കടം സഹിക്കാനാവാതെ ഒടുവിൽ നയനയെ കെട്ടിപ്പിടിച്ച് അവരുടെ മുമ്പിൽ നിന്നും ദേവയാനി, ഇത് നിങ്ങളുടെ മകളാണെന്നുണ്ടെങ്കിൽ ഇത് എനിക്കും മകൾ തന്നെയാണ്. എൻ്റെ പൊന്നുമോള്, എൻ്റെ രാജകുമാരി. എനിക്കിനി ഇവളില്ലാതെ പറ്റില്ല. എൻ്റെ മോളാണ് ഇവള്. എനിക്ക് ആദർശ മോനും ഇവള് മകളുമാണ്. അല്ലാതെ ഇനി മരുമകളല്ല. ഇവളെ ഞാൻ എന്നെ അംഗീകരിച്ചു കഴിഞ്ഞു. എൻ്റെ ജീവൻ്റെ പാതിയാണ്. നിങ്ങളുടെ മകളുടെ ജീവൻ്റെ പാതിയാണല്ലോ എനിക്ക് പകുത്ത് തന്നത്. ആ സത്യം അറിഞ്ഞത് മുതൽ ഞാൻ ഇവളെ സ്നേഹിച്ച് തുടങ്ങിയതാണ്. രാജകുമാരിയെ പോലെയാണ് ഞാൻ ഇവളെ സംരക്ഷിക്കുന്നത്. പിന്നെ ഇത് ഒക്കെ ഞാൻ അംഗീകരിച്ചു എന്നറിഞ്ഞാൽ മറ്റുള്ളവരെ എന്നെ എങ്ങനെയാണ് കളിയാക്കുക, എന്നോട് എങ്ങനെയാണ് അവരെ തിരിച്ച് പ്രതികരിക്കുക എന്നുള്ള ആ ഒരു ടെൻഷൻ അടിച്ചിട്ടാണ് ഞാൻ ആരോടും ഒന്നും പറയാതിരുന്നത് എന്നൊക്കെ വെളിപ്പെടുത്തുകയാണ് ദേവയാനി. അങ്ങനെ ദേവയാനിയുടെ ആ ഒരു സങ്കടം കണ്ടിട്ട് കനകയ്ക്കുമാണെങ്കിൽ അത് സഹിക്കാൻ പറ്റിയില്ല. എന്നിട്ട് പറയുന്നുണ്ട്, ഈ സത്യം ഞാൻ അറിഞ്ഞത് കൊണ്ട് മാത്രമാണ് എൻ്റെ മകളെ ഞാൻ ഇവിടെ നിന്ന് പിടിച്ചു വെച്ചത്. കാരണം നിങ്ങൾ തമ്മിലുള്ള സ്നേഹം യഥാർത്ഥമാണോ അല്ലെങ്കിൽ എൻ്റെ മകൾക്കൊരുക്കിയ കണിയാണോ എന്നുള്ളത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ കളിച്ചൊരു നാടകം മാത്രമാണ് അവളെ ഇവിടെ പിടിച്ചു വെക്കുക എന്നുള്ളത്. പക്ഷെ ആ നാടകമാണ് എന്നുള്ളത് എൻ്റെ നയനയ്ക്കൊന്നും അറിയില്ലായിരുന്നു. ഞാനും നന്ദും അച്ഛനും ചേർന്ന് മാത്രം കളിച്ചൊരു നാടകമാണ്. കാരണം നിങ്ങൾ ആ ഒരു അമ്പലത്തിൽ പോയ
ആ ഒരു കാവിൽ പോയ സമയത്ത് ഞാൻ ആ കാഴ്ച കണ്ടിരുന്നു. എൻ്റെ മോൾക്ക് വേണ്ടിയിട്ട് നിങ്ങൾ ചെയ്യുന്ന ആ ഒരു ഇതൊക്കെ വഴിപാടുകളും കാര്യങ്ങളൊക്കെ കണ്ട് ആ ഒരു ഇത് മനസ്സിലാക്കിയിട്ടാണ് നിങ്ങൾ ഞങ്ങളിൽ നിന്ന് മറച്ചു വെച്ച് നടക്കുകയാണ് എന്നുള്ളത് മനസ്സിലാക്കിയത് കൊണ്ട് നിങ്ങളുടെ നാവിൽ നിന്ന് തന്നെ ആ ഒരു സത്യം കേൾക്കാൻ വേണ്ടിയിട്ട് മാത്രമാണ് ഇങ്ങനെയൊരു നാടകം കളിച്ചത് എന്നൊക്കെ സങ്കടപ്പെട്ട് പറയുകയാണ്. ഒടുവിൽ കനക ദേവയാനിയെ കെട്ടിപ്പിടിച്ചിട്ട് മാപ്പൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ ആ ഒരു സമയത്താണ് ഇതൊക്കെ കേട്ടുകൊണ്ട് ആദർശ് അങ്ങോട്ട് കടന്നു വരുന്നത്. എന്നിട്ട് ആദർശ് പറയുന്നുണ്ട്, ആഹാ എൻ്റെ സംശയം വെറുതെ ആയില്ലല്ലോ, അമ്മായിയമ്മ മരുമകളെ അംഗീകരിച്ച് തുടങ്ങിയിട്ടുണ്ടായിരുന്നല്ലേ, ഞങ്ങളെയൊക്കെ പറ്റിക്കുകയായിരുന്നല്ലേ എന്നൊക്കെ പറയുന്ന സമയത്ത് നിങ്ങൾ അച്ഛനും മകനും എന്നെ പറ്റിച്ച് നടക്കുകയായിരുന്നല്ലോ, മോളാണ് കരൾ തന്നത് എന്നെ സഹായിച്ചത് എന്നുള്ളത് നിങ്ങൾ എന്നോട് പറഞ്ഞില്ലല്ലോ, അതുകൊണ്ടാണ് ഞാനും നിങ്ങളോടൊന്നും പറയാതിരുന്നത്. നിങ്ങൾ എന്നെ പറ്റിച്ച് നടക്കുന്നത് പോലെ ഞാനും നിങ്ങളെ പറ്റിച്ച് നടക്കാമെന്ന് കരുതി. പിന്നെ മോളോടും നിന്നോട് ഇക്കാര്യത്തെക്കുറിച്ച് ഞാനാണ് പറയരുത് എന്ന് പറഞ്ഞത്. പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഞാൻ ഈ ഒരു സ്നേഹമൊന്നും കാണിക്കില്ല എന്നൊക്കെ പറഞ്ഞത് കൊണ്ടാണ് മോളും ഒന്നും പറയാതിരുന്നത്. മോൾക്ക് ഞാൻ സ്നേഹിച്ച് തുടങ്ങിയ കാര്യം മുൻപൊന്നും അറിയില്ലായിരുന്നു, പിന്നീട് മോള് കണ്ടെത്തുകയായിരുന്നു എന്നൊക്കെ പറയുകയാണ്. എന്നിട്ട് പറയുന്നുണ്ട്, ആ ഒരു അവാർഡ് വാങ്ങിക്കുന്ന ദിവസമാണ് മോള് എന്നെ കൊണ്ട് അവാർഡ് വാങ്ങിക്കില്ല എന്നൊക്കെ പറഞ്ഞിട്ടാണ് മോളോടുള്ള ആ ഒരു സ്നേഹം എന്നെ കൊണ്ട് അവൾ പറയിപ്പിച്ച് അവൾ കണ്ടെത്തിയത് എന്നൊക്കെ ഇങ്ങനെ ദേവയാനി എല്ലാ കാര്യവും തുറന്ന് പറയുകയാണ്. അങ്ങനെ എല്ലാവരും വളരെയധികം സന്തോഷത്തോടു കൂടി നിൽക്കുകയാണ്. എന്നിട്ട് ആദർശിനോട് പറയുന്നുണ്ട്, എന്തായാലും ഇക്കാര്യത്തെക്കുറിച്ച് മറ്റാരും അറിയണ്ട, മുത്തശ്ശനോടും മുത്തശ്ശിയോടും വേണമെങ്കിൽ പറഞ്ഞോ, പക്ഷെ ബാക്കിയുള്ളവരൊന്നും ഇപ്പോൾ തൽക്കാലം ഇതൊന്നും അറിയണ്ട, അച്ഛനോടും നീ പറഞ്ഞു, പക്ഷേ മറ്റുള്ളവരെ അറിയരുത് എടാ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ട് അവർ വളരെയധികം സന്തോഷത്തോടു കൂടി എല്ലാ പ്രശ്നങ്ങളും കലങ്ങിത്തെളിഞ്ഞ് ആകെ സമാധാനപൂർവ്വം നിൽക്കുകയാണ് കനകയും ഗോവിന്ദനും എല്ലാവരും.